ఎందరో మహానుభావులు മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ഇന്നീ പരിപാടിയിൽ സംഗീതജ്ഞ NC വസന്തകോകിലം, രചന ഡോക്ടർ ഹരിസുന്ദർ ജി. കർണാടക സംഗീത ലോകത്തെ ഗായകർക്ക് ഒരു ജീവിതകാലം കൊണ്ട് നേടാവുന്ന പേരും പെരുമയും പ്രശസ്തിയും കേവലം 3 ദശാബ്ദക്കാലം കൊണ്ട് നേടി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ കാമാക്ഷി എന്ന കർണാടക സംഗീതജ്ഞയെ പുതുതലമുറയിൽ അധികമാരും അറിയാൻ വഴിയില്ല. കേരളത്തിലെ ഇരിഞ്ഞാലക്കുടയ്ക്ക് സമീപം വെള്ളാങ്കല്ലൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് തമിഴ്നാട്ടിലേക്ക് കുടിയേറി കർണാടക സംഗീത രംഗത്തും വെള്ളിത്തിരയിലും പ്രാഗൽഭ്യം തെളിയിച്ച NC വസന്തകോകിലം എന്ന സംഗീതജ്ഞയായിരുന്നു കാമാക്ഷി. തൃശൂർ ജില്ലയിലെ വെള്ളാങ്കല്ലൂർ കുന്നത്ത് മഠത്തിലെ ചന്ദ്രശേഖര അയ്യരുടെയും ലക്ഷ്മിയുടെയും മകളായി 1919 നവംബറിലാണ് കാമാക്ഷി ജനിച്ചത്. 4 വയസ്സുള്ളപ്പോൾ തന്നെ ചന്ദ്രശേഖര അയ്യർ തന്റെ ഉദ്യോഗാർത്ഥം നാഗപട്ടണത്തേക്ക് താമസം മാറി. കൊച്ചു കാമാക്ഷിയുടെ സംഗീതാഭിരുചി കണ്ടറിഞ്ഞ പിതാവ് ഹരികഥാവിദ്വാനായ ജാലറ ഗോപാലയ്യരുടെ കീഴിൽ മകളെ സംഗീതാഭ്യാസനത്തിനയച്ചു. മിടുക്കിയായിരുന്ന കാമാക്ഷി കൃതികളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഹൃദിസ്ഥമാക്കി തുടങ്ങി. തനിക്ക് ഇത്രമാത്രമേ ഈ ബാലികയ്ക്ക് നൽകുവാനുള്ളൂ എന്ന് പറഞ്ഞ് മദ്രാസിലേക്ക് മാറുവാൻ അവരെ ജാലറ ഗോപാലയ്യർ നിർദ്ദേശിച്ചു. സംഗീതരംഗത്ത് മകൾക്ക് ശോഭനമായ ഭാവിയുണ്ടെന്ന് മനസ്സിലാക്കിയ പിതാവ് 1936 കുടുംബസമേതം മദ്രാശിയിലേക്ക് താമസം മാറി. നർത്തകി ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിന്റെ പിതാവും ചലച്ചിത്ര സംവിധായകനുമായിരുന്ന K. സുബ്രഹ്മണ്യത്തിന്റെ നിർദ്ദേശപ്രകാരം കാമാക്ഷിയുടെ പേര് വസന്തകോകിലം എന്ന് മാറ്റി. മദ്രാശിയിൽ വെച്ച് സംഗീതജ്ഞരായ പാപനാശം ശിവൻ, പരമേശ്വരയ്യർ, സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ V. ദക്ഷിണാമൂർത്തി എന്നിവരിൽ നിന്നും ശിക്ഷണവും നേടി. മഹാലക്ഷ്മി ജഗന്മാത മനമിറങ്ങി വരമരുൾ മഹാലക്ഷ്മി ജഗന്മാത മനമിറങ്ങി വരമരുൾ മഹാലക്ഷ്മി മഹാവിഷ്ണുവിൻ മാർബനും മണിപീഠം
மன்மதனை ஈந்தருளும் தாயே தயாநிதியே மகாமாயே மன்மதனை ஈந்தருளும் தாயே தயாநிதியே மகாமாயே மகாலட்சுமி ജഗന്മാതാ. 4 വർഷം ദക്ഷിണാമൂർത്തിയുടെ ശിഷ്യയായിരുന്ന വസന്തഗോകുലത്തെപ്പറ്റി ബ്ലോട്ടിംഗ് പേപ്പർ പോലെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. കാരണം കൃതികൾ അപ്പപ്പോൾ തന്നെ ഹൃദിസ്ഥമാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അവർ സിദ്ധിച്ചിരുന്നു എന്നത് തന്നെ. എത്ര ഉയർന്ന ശ്രുതിയിലും ശുദ്ധതയോടെ പാടാനുള്ള കഴിവ് ലഭിച്ചിരുന്ന വസന്തകോകിലത്തെ സംഗീതലോകം വളരെ വേഗം തന്നെ തിരിച്ചറിഞ്ഞു. 1938 തന്റെ 19-ാം വയസ്സിൽ മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ വാർഷിക മത്സരത്തിൽ അരിയക്കുടി രാമാനുജയ്യങ്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 1-ാം സ്ഥാനം നേടി വസന്തകോകിലം കർണാടക സംഗീത ലോകത്ത് തന്റെ വരവറിയിച്ചു. അന്നു മുതൽ വളരെ തിരക്കേറിയ ഒരു ഗായികയായി മാറുകയായിരുന്നു അവർ. ഗായികമാർ താരതമ്യേന കുറവായിരുന്ന ആ കാലത്ത് എം.എസ്. സുബ്ബലക്ഷ്മിക്കും ഡി.കെ. പട്ടമ്മാളിനുമൊപ്പം അനവധി കച്ചേരികൾ നടത്തി പ്രശസ്തിയിലേക്കുള്ള പടി കയറുകയായിരുന്നു ആ ഗായിക. എത്ര ഉയർന്ന സ്ഥായിയിലും അനായാസേന പാടാനുള്ള കഴിവ്, തെളിമയാർന്ന ശാരീരം, ശബ്ദസൗകുമാര്യം, ഒട്ടനവധി കൃതികളുടെ അറിവ്, ഉച്ചാരണശുദ്ധി ഇവയെല്ലാം വസന്തകോകിലം എന്ന ഗായികയെ ജനങ്ങളുടെ ഇഷ്ടഗായികയാക്കി മാറ്റി. ആനന്ദനടനം ആടിനാൾ സച്ചിദാനന്ദനടനം ആടിനാൾ സച്ചിദാനന്ദനടനം ആടിനാൾ സച്ചിദാനന്ദനടനം ആടിനാൾ പരാശക്തി നടനം
ത്രിമൂർത്തികളുടെ കൃതികളെ കൂടാതെ തമിഴ് ത്യാഗയ്യ എന്നറിയപ്പെട്ട പാപനാശം ശിവൻ, കവിയും യോഗിയുമായ ശുദ്ധാനന്ദ ഭാരതി, സുബ്രഹ്മണ്യ ഭാരതിയാർ, എം ദണ്ഡപാണി ദേശികർ, ഗോപാലകൃഷ്ണ ഭാരതി, നീലകണ്ഠ ശിവൻ എന്നിവരുടെയും കൃതികൾ ആ നാദസൗകുമാര്യത്തിലൂടെ സംഗീതാസ്വാദകർ അനുഭവിച്ചറിഞ്ഞു. മോഹനരാഗത്തിൽ ഏൻ പള്ളികൊണ്ടീരയ്യ, ഷൺമുഖപ്രിയയിൽ തന്തൈ തായ് ഇരുന്താൽ, കാമ്പോജിയിൽ ആനന്ദ നടനം, തരങ്കിണിയിൽ മായേ ത്വം യാഹി, വസന്തഭൈരവിയിൽ നീ ദയരാധ, കമാസിൽ സാരസദളനയന തുടങ്ങിയവ വസന്തഗോകുലത്തിന്റെ എക്കാലത്തെയും പ്രസിദ്ധ ആലാപനങ്ങളിൽ ചിലതാണ്.
വളരെ ചെറുപ്പകാലത്ത് തന്നെ വസന്തഗോകുലത്തിന്റെ ആലാപനങ്ങൾ അടങ്ങിയ ഡിസ്കുകൾ നിരവധി വിറ്റഴിഞ്ഞിരുന്നു. ഇന്ത്യൻ ഫൈൻ ആർട്സ് സൊസൈറ്റി, തമിഴ് ഇസൈ സംഘം, തിരുവയ്യാർ ത്യാഗരാജ ആരാധന, നെല്ലൈ സംഗീതസഭ, മധുരൈ സംഗീതസഭ എന്നിങ്ങനെ പ്രസിദ്ധങ്ങളായ പല സഭകളിലും ഒട്ടനവധി ക്ഷേത്രങ്ങളിലും വസന്തഗോകുലം തന്റെ സംഗീത കച്ചേരികളിലൂടെ പ്രാഗൽഭ്യം തെളിയിച്ചു. കർണാടക സംഗീതരംഗത്ത് മാത്രം ഒതുക്കാനുള്ളതല്ല തന്റെ കഴിവുകൾ എന്ന് കണ്ടറിഞ്ഞ അവർ പതിയെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്കും ശ്രദ്ധ തിരിച്ചു. 1940 ട്രിനിറ്റി തിയേറ്റേഴ്സിന്റെ ചന്ദ്രഗുപ്ത ചാണക്യ എന്ന സിനിമയിൽ ഛായാ രാജകുമാരിയായി അഭിനയിക്കുകയും പാപനാശം ശിവൻ ചിട്ടപ്പെടുത്തിയ നിരവധി ഗാനങ്ങൾ പാടുകയും ചെയ്തു. ഇതേ തുടർന്ന് വേണുഗാനൻ, ഗംഗാവതാർ, ഹരിദാസ്, വാൽമീകി, കുണ്ടലകേശി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും പാടുകയും ചെയ്തു. 1950 പുറത്തിറങ്ങിയ കൃഷ്ണവിജയ എന്ന സിനിമയായിരുന്നു വസന്തഗോകുലത്തിന്റെ അവസാന ചലച്ചിത്രം. കൃശഗാത്രയായിരുന്ന അവർക്ക് താരഷഡ്ജം കടന്ന് ഋഷഭശ്രുതിയിലും അനായാസം വ്യാപരിക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നു. സിംഹേന്ദ്ര മധ്യമ രാഗത്തിലെ കോടീശ്വരയ്യർ കൃതിയായ ഉന്നയല്ലാൽ വേറെ ഗതി എനക്കുണ്ടോ അവർ പാടുമ്പോൾ നിരവലുകൾ പഞ്ചമശ്രുതിക്കും മേലെ താരസ്ഥായിയിലും പാടിയിരുന്നത് തനിക്ക് അത്ഭുതമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് MS സുബ്ബലക്ഷ്മി ഒരിക്കൽ അഭിപ്രായപ്പെട്ടു. ഗുരുവായിരുന്ന ആലത്തൂർ വെങ്കിടേശയ്യരെ പോലും അതിശയിപ്പിച്ച ശൈലിയായിരുന്നു വസന്തഗോകുലത്തിൻ്റേത്. രാഗാലാപനവും നിരവലും സ്വരപ്രസ്ഥാരവും ഒരു പ്രത്യേകത നിറഞ്ഞ രീതിയിലായിരുന്നു എന്നാണ് സംഗീതവിദുഷിയായ സുലോചന പട്ടാഭിരാമന്റെയും ഗായികയായ അനന്തലക്ഷ്മി ഷഡഗോപന്റെയും പക്ഷം. बाले पालित सूरजाले गमन जिदा बाले पालित सूरजाले गमन जिदा मराड़े स्वच्छता किल लीले बाले पालित सूरजाले बाले पालित सूरजाले बाले पालित सूरजाले बाले पालित
പമഗമരി ബാലേ പാലിത സുരജാലേ നിന്നീത പമ പദ പരിധനി ദദ പമഗമരി ബാലേ പാലിത സുരജാലേ ധനി നീ സമഗ ഗരി ധനി സഗാരി ധനി ധനി ധരവനി ഗരി ധനി ധരി നീ ദപമ ധമ ഗമരി ബാലേ പാലിത സുരജാലേ ഗമന ജിത മരാളേ സ്വകൃതാകിരേ തിലകാങ്കിത പാലേ നീ ഭക്തിയുമേലേ ബാലേ നീ ഭക്തിയുമേലേ നീടയരാദേലേ തല്ലി ത്രിപുര സുന്ദരിനം ഇന്ദരിലോ ജുതി ബ്രോവം ത്രിപുര സുന്ദരി എഴുത്തുകാരനായ ആർ കെ നാരായണന്റെ ബന്ധുവായ സി കെ സദാശിവൻ എന്ന സച്ചിയെ അവർ 1940 വിവാഹം കഴിച്ചു. തുടർന്നാണ് നിരവധി ചലച്ചിത്രങ്ങളിൽ പാടുകയും അഭിനയിക്കുകയും ചെയ്തത്. 1944 പുറത്തിറങ്ങിയ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ ഹരിദാസിൽ എം കെ ത്യാഗരാജ ഭാഗവതരുടെ പത്നിയായി എൻ സി വസന്തഗോകുലം അഭിനയിക്കുകയും എനത് മനം തുള്ളി, എണതുയർനാദർ, കണ്ണാവ മണിവണ്ണാവ എന്നീ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. 133 ആഴ്ചകൾ ഇടതടവില്ലാതെ പ്രദർശനം തുടർന്ന് ആ ചിത്രം വസന്തഗോകുലം എന്ന ഗായികയ്ക്ക് മറ്റൊരു ചവിട്ടുപടിയായി തീർന്നു. കർണാടക സംഗീത രംഗത്ത് നൽകിയ സംഭാവനകളെ മുൻനിർത്തി ചെന്നൈ തമിഴ് ഇസൈ സംഘം ഇസൈക്കുയിൽ, നെല്ലൈ സംഗീത സഭയുടെ മധുരഗീതവാണി എന്നീ പുരസ്കാരങ്ങളും അവർക്ക് നൽകി. 1940കളിൽ തിളങ്ങി നിന്നിരുന്ന മറ്റൊരു ഗായികയായ എം എസ് സുബ്ബുലക്ഷ്മിക്കൊപ്പം വസന്തഗോകുലത്തെ പലരും താരതമ്യം ചെയ്തിരുന്നുവെങ്കിലും ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. തങ്ങളുടെ ആരാധകർ ചേരിതിരിയുന്നതിൽ അവർ വ്യാകുലപ്പെട്ടിരുന്നു. ഇരുവരും ചലച്ചിത്രങ്ങളിൽ പാടി അഭിനയിച്ചിരുന്നു എന്നതുകൂടാതെ ഇരുവരുടെയും ഭർത്താക്കന്മാരുടെ പേരും സദാശിവം എന്നായിരുന്നു എന്നത് കൗതുകം. അന്തരംഗം എല്ലാം അറിയായോ, അന്തരംഗം എല്ലാം അറിയായോ, അന്തരംഗം എല്ലാം അറിയായോ, ഇന്നും വന്ദന കോരു തുണை പുരിയായോ, ശിവനേ അന്തരംഗം എല്ലാം അറിയായോ, இன்னும் வந்தன கோரு துணை புரியாயோ, சிவனே அந்தரங்கம் எல்லாம் அறியாயோ. தத்திமித்தோம் ஜன தண்டை சலசலக்க தத்திமித்தோம் என தண்டை சலசலக்க, தத்திமித்தோம் தோம் என தண்டை சலசலக்க, தாண்டவம் ஆடிடும் ஆண்டவனே திமித்தோம் என தாண்டவம் ஆடிடும் ஆண்டவனே, என் அந்தரங்கம் எல்லாம் அறியாயோ. തികച്ചും യാഥാസ്ഥിതിക കുടുംബാംഗമായിരുന്ന വസന്തഗോകുലത്തിന് സംഗീത സിനിമാ രംഗങ്ങളിൽ പ്രശസ്തി ലഭിച്ചെങ്കിലും സ്വന്തം കുടുംബത്തിൽ അവർ എന്നും അന്യയായിരുന്നു. ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചതിനാൽ അവരെ കുടുംബത്തിന് പുറത്താക്കുകയും അവരുമായും ഭർത്താവുമായുമുള്ള എല്ലാ ബന്ധങ്ങളും വിലക്കുകയും ചെയ്തു.
தந்தை தாயிருந்தால் உலகத்தில் உமக்கின்ற தாழெல்லாம் வருமோ ஐயா? தந்தை தாயிருந்தால் உலகத்தில் உமக்கின்ற தாழெல்லாம் வருமோ ஐயா? பெற்ற தந்தை தாய் இருந்தால் உலகத்தில் உமக்கின்ற நாடெல்லாம் வருமோ ஐயா? அந்த மிகுந்த ஸ்ரீ அம்பலவாணரே, அந்த மிகுந்த ஸ்ரீ அம்பலவாணரே, அந்த மிகுந்த ஸ்ரீ அம்பலவாணரே, அருமையுடனே பெற்று பெருமையுடன் வளர்த்த, அருமையுடனே பெற்று பெருமையுடன் வளர்த்த தந்தை தாய் இருந்தால் உலகத்தில் உமக்கின்ற தாழெல்லாம் வருமோ ஐயா? മാനസിക വിഷമത്തോടൊപ്പം 1950കളുടെ ആദ്യത്തിൽ ആ ഗായിക ക്ഷയരോഗിയുമായി. തന്റെ 32ാം വയസ്സിൽ ചെന്നൈ ഗോപാലപുരത്തെ വീട്ടിൽ വെച്ച് 1951 നവംബർ 7-ാം തീയതി സംഗീതാസ്വാദകരെ തീരാദുഃഖത്തിലാഴ്ത്തി മൺമറഞ്ഞു. തന്റെ എല്ലാ സ്വത്തുക്കളും അനാഥാലയത്തിനായി നീക്കിവെച്ച ശേഷമായിരുന്നു ആ മഹാഗായികയുടെ വിടവാങ്ങൽ. ఎందరో మహానుభావులు సమాപിക്കുന്നു. രചന ഡോക്ടർ ഹരിസുന്ദർ ജി. ആഖ്യാനം മനേഷ് MP. നിർവഹണ സഹായം ആര്യലക്ഷ്മി R. നിർവഹണം AL മഞ്ജുള രാജേഷ്, മനേഷ് MP.